ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളുടെ അസൂയ തോന്നി. അവർക്ക് ദേഹത്തിൽ ഒരു കുറവുമില്ല. ഞാനോ കുറ്റമില്ലായ്മയെ കൈകെ കഴുകി. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല, ഞായറാഴ്ച സഭായോഗത്തിന് പോകാതിരുന്നിട്ടില്ല, സ്തോത്രം എത്ര പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ കിട്ടാവുന്ന മുഴുവൻ വാരി ദൈവവേലയ്ക്ക് കൊടുത്തു. പക്ഷെ ഇപ്പോഴും എന്റെ ജീവിതമോ ഹല്ലേലൂയ ഇടവിടാതെ ബാധിക്കപ്പെടുന്നു, കഷ്ടത്തിലായിരിക്കുന്നു, വേദനയിലായിരിക്കുന്നു. ആഗ്രഹിച്ച കാര്യമൊന്നും നടന്നില്ല, കുഞ്ഞുങ്ങളുടെ വിവാഹം സമയത്ത് നടക്കുന്നില്ല, വീടിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, ശുശ്രൂഷയിൽ ഒരു വർധനവ് കാണുന്നില്ല. മനസ്സ് മുരടിച്ച് ഹല്ലേലൂയ പാട്ടും പ്രാർത്ഥനയും വേണ്ട എന്ന് പുസ്തകം മടക്കി വെച്ചിട്ട് ആലയത്തിന്റെ പുറകിൽ പോയിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആവേശത്തോടെ പറയുന്നു, 73-ാം സങ്കീർത്തനം 23 വാക്യങ്ങൾ. വേദനപ്പെട്ട ആ മനസ്സ്, മുറിഞ്ഞ മനസ്സ്, തകർന്ന ഹൃദയം, ഒരു വിശുദ്ധന്റെ ഹൃദയം വേദനിച്ചാൽ, ഒരു ഭക്തന്റെ ഹൃദയം വേദനിച്ചാൽ സ്വർഗം മൗനമായിരിക്കത്തില്ല. ഇന്ന് രാത്രി അത് ഓർത്തോടെ മലലിയ ആരുടെയെങ്കിലും അകത്ത വിലാപത്തെ ആരും കാണാതെ കരയുന്നെങ്കിൽ ആ വിലാപത്തെ സ്വർഗം കാണുന്നുണ്ട്. ഹൃദയത്തിലെ ദീർഘനിശ്വാസങ്ങളെ ദൂരത്തുനിന്ന് കാണുന്ന ഒരു ദൈവം ഈ പന്തലിൽ ഉടമാടുന്നുണ്ട്. ഓരോ കസേരയുടെ അടുക്കിലേക്കും നടന്നു വന്ന് പറയുന്നു, കുഞ്ഞെ, ആരും കാണാത്ത നിന്റെ വേദന ഞാൻ കാണുന്നു, ആരും കാണാത്ത നിന്റെ മുറിവ് ഇന്ന് രാത്രി ഞാൻ കാണുന്നു, ആരും കേൾക്കാത്ത നിന്റെ പ്രാർത്ഥന എന്റെ 2 ചെവിയും തുറന്ന് ഞാൻ കേൾക്കുന്നു. ആരും നിനക്ക് വേണ്ടി കൈയടിച്ചില്ല, ആരും നിനക്ക് വേണ്ടി പാട്ടുപാടിയില്ല, ആരും നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷെ നിന്റെ പേരെഴുതി വെച്ച ഒരു ഓർമ്മയുടെ പുസ്തകവുമായി ഇന്ന് രാത്രി കാലം ഈ പന്തലിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഞാൻ ആത്മാവിൽ കാണുന്നു.